ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ ദേവാലയമാണ് പാലയൂർ പള്ളി. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഈ പള്ളി സെന്റ് തോമസ് സ്ഥാപിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ അടുത്തയിടയ്ക്ക് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ ബാബു ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഈ പറഞ്ഞ പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നു എന്ന്. അയോധ്യയ്ക്കും ഗ്യാൻവാപിക്കും ശേഷം നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത്തരത്തിലൊരു അവകാശവാദം നടന്നിരിക്കുന്നു. ഇവിടെയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്തി. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. मैडम, the point is very simple. सबका साथ, सबका विकास. सभी वक्त को ये सुन के तंग हो गया. किसका साथ है? आप लोग किसका साथ है? किसका साथ है? आपने मेरा साथ है ना? അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് മുസ്ലിം പള്ളി കൂടി പണിയാനുള്ള നീക്കുപോക്കുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ല എന്നത് ഈ രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടിയായ BJP നടത്തുന്ന ഹൈന്ദവ പ്രീണനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അല്ലെങ്കിൽ തെളിവാണ്. ഹിന്ദുത്വം എന്ന വികാരം വെച്ച് മാത്രം അടുത്ത ഇലക്ഷനിൽ ജയിക്കാം എന്ന അമിത ആത്മവിശ്വാസം തകർക്കുന്നത് ഭാരതാംബയുടെ ജനാധിപത്യ മൂല്യങ്ങളെയാണ്. ഇവിടെ ശ്രീ ബ്രിട്ടാസിൻ്റെ പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണെന്ന് നോക്കാം. രാഷ്ട്രപതി BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ വായിക്കപ്പെടാൻ നിർബന്ധിതനായി. എന്നാൽ എനിക്കതിൽ സങ്കടമുണ്ട്. പ്രതീക്ഷിച്ച പോലെ അതിൽ അയോധ്യയുണ്ട്. അയോധ്യ ഇല്ലാതെയും പ്രധാനമന്ത്രിയെപ്പറ്റി പരാമർശിക്കാതെ ഒരു പ്രസംഗം പോലും ഇപ്പോഴില്ല. നമ്മൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജ്യോതിഷികൾ ശാസ്ത്രം പഠിപ്പിക്കുന്നു, ആൾ ദൈവങ്ങൾ സാങ്കേതികവിദ്യ പഠിപ്പിക്കുന്നു. അമിത്ഷായും ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഐക്യം പഠിപ്പിക്കുമത്രേ. അതായത് ഹൈന്ദവതയും അയോധ്യയും നരേന്ദ്രമോദിയും ഇല്ലാതെ യാതൊരു പ്രസംഗവും ഒരധികാരവർഗങ്ങളും നടത്തുന്നില്ല. കോടതി വിധികൾ വളച്ചൊടിച്ച് വർഗീയതയിലൂടെ ഭിന്നിപ്പിച്ച് ഭരണം നേടുക എന്ന BJP തന്ത്രത്തെ നിർഭയം രാജ്യസഭയിലൂടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബ്രിട്ടാസ്. എന്താണ് ബ്രിട്ടാസ് പറയുന്നത്? ബ്രിട്ടാസ് പറയുന്നത് BJP പൊടുന്നനെ നിയമം പാലിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ സുപ്രീം കോടതിയെക്കുറിച്ചും സുപ്രീം കോടതി വിധിയെക്കുറിച്ചും പറയുന്നു. എന്നാൽ അയോധ്യ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ 1949 ഡിസംബർ 6 സംഭവം ഗുരുതരമായ നിയമലംഘനമാണ് എന്ന പ്രസ്താവന അവർ മനഃപൂർവ്വം മറക്കുന്നു. ആ വിധിയെല്ലാം മറന്നുകൊണ്ടാണ് അവരിപ്പോൾ സുപ്രീം കോടതി വിധിയെ പൊക്കിപ്പിടിച്ച് തങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നത്. ഇവരെല്ലാം രാമനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രാമൻ ഞങ്ങളുടെയും കൂടെയാണ്. എന്നാൽ എൻ്റെ രാമൻ മഹാത്മാഗാന്ധിയുടെ രാമനാണ്. അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാമനാണ്. നിങ്ങളുടെ രാമൻ ഒരു പക്ഷേ അത് നാഥുറാമാണ്. Ram belongs to us also. See, my Ram is Mahatma Gandhi's Ram, of compassion, of harmony and love. You also have a Ram. You also have a Ram, but there is a prefix to that. You know what is the prefix? Their Ram is Nadhu Ram. ഇന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി പ്രധാന തന്ത്രിയാണോ എന്നും പ്രധാന തന്ത്രി പ്രധാനമന്ത്രിയാണോ എന്നും സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയ പരിപാടികളെ മതപരിപാടിയാക്കുകയും തിരിച്ച് മതപരിപാടികളെ രാഷ്ട്രീയ പരിപാടികളാക്കുകയുമാണ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രാണപ്രതിഷ്ഠയിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ഇവർ ഞങ്ങളെ കുറ്റപ്പെടുത്തി. ശങ്കരാചാര്യന്മാർ ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. അവരുടെ വീടുകളിലേക്ക് നിങ്ങൾ EDയെയോ CBIയെ വിടുമോ എന്ന് ശക്തമായി ചോദിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് കേട്ട് മടുത്തു. നിങ്ങൾ രാമനാമം ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടം മാത്രമാണ്. നിങ്ങൾ പ്രാണപ്രതിഷ്ഠ ചെയ്തു, അതിനെ ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇക്കാലത്ത് ദൈവങ്ങൾക്ക് പ്രാണൻ കൊടുക്കുന്നത് മനുഷ്യരാണല്ലോ. എന്നാൽ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ലക്ഷ്യം ജനങ്ങൾക്ക് പ്രാണൻ നൽകുക എന്നതാണ്, ദൈവങ്ങൾക്കല്ല. പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകണം. അവിടുത്തെ ജനങ്ങൾക്ക് ആദ്യം പ്രാണപ്രതിഷ്ഠ നൽകണം. അത് ചെയ്യാതെ വെറുതെ വോട്ടുകൾ കിട്ടാനായി രാഷ്ട്രീയ നാടകം കളിക്കരുത്. ഈ സഭയിൽ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് എന്ത് സംഭവിച്ചു? ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ട് 3 മാസത്തോളമായി. ഇവിടെ കമ്മിറ്റിയുമില്ല, ചർച്ചയുമില്ല, ബില്ലുമില്ല. 2 മിനിറ്റിൽ ദോശ ചുടുന്ന ലാഘവത്തിലാണ് ബില്ലുകൾ പാസ്സാക്കുന്നത്. UPAയുടെ കാലത്ത് GDP 6.8 ആയിരുന്നു. എന്നാൽ 10 വർഷത്തിന് ശേഷം അത് 5.9 ആയി. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ സെൻസസ് പോലും നടത്താതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കണക്കുകൾ കിട്ടിയത്? എല്ലാ സൂചികകളിൽ നമ്മൾ താഴെയാണ്. രാജ്യത്തെ മീഡിയയെ നിങ്ങൾ മോദിയ ആക്കി മാറ്റിയിരിക്കുന്നു. രസകരമായ കുറുക്കിക്കൊള്ളുന്ന തൻ്റെ പ്രസംഗം ബ്രിട്ടാസ് അവസാനിപ്പിക്കുന്നത് ആഭ്യന്തരമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. എന്തിനാണെന്നല്ലേ? CRPFനെ വിന്യസിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഗവർണറിൽ നിന്ന് രക്ഷിച്ചതിന്. ബ്രിട്ടാസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ RR ടോക്സിന് തോന്നിയത് ഇവിടുത്തെ കോൺഗ്രസ് MPമാരോടും നേതാക്കന്മാരോടുമൊക്കെ പുച്ഛമാണ്. ഒരു മതവിഭാഗത്തെ മാത്രം ഇത്ര കണ്ടു പ്രീണപ്പെടുത്തി
ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കാൻ ഒരു ഭരിക്കുന്ന പാർട്ടി ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വാക്കു പറയുവാൻ, ശക്തമായി പ്രതികരിക്കുവാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നില്ല? എന്നാൽ ജോൺ ബ്രിട്ടാസിൻ്റെ ഈ പ്രസംഗം വൈറലായി മാറിയിരിക്കുകയാണ്. രാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരു രാജ്യസഭാ MP സധൈര്യം രാജ്യസഭയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ രാജ്യത്തെ നയിക്കുന്നത് രാജഭരണകാലത്തേക്കാണ്. ഇങ്ങനെ പോയാൽ സിംഹാസനം വരും, പാർലമെൻറ്റ് കൊട്ടാരമാകും. ജോൺ ബ്രിട്ടാസ് MP തുറന്നടിക്കുകയായിരുന്നു. ഇനിയും ജോൺ ബ്രിട്ടാസുമാരുണ്ടാകട്ടെ. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ള ജനപ്രതിനിധികൾ ജനാധിപത്യത്തിന് മൂല്യം കൂട്ടുന്നു. എന്തായാലും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ നിന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പദയാത്രയിലപ്പുറം കൂടുതലൊന്നും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.